ഹായ് എവ്രി വൺ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്, ദെൻ അതിൽ യൂസ് ചെയ്യുന്ന മേജർ മെത്തേഡ്സ് ഏതൊക്കെയാണ്, ദെൻ അതുപോലെ തന്നെ വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ്, ദെൻ അതിൻ്റെ അണ്ടറിൽ വരുന്ന മെത്തേഡുകൾ ഏതാണ്. ഇത്രയും പോർഷൻസ് ആണ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോണത് ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണ്? യെസ്, ദർ ആർ ടു മേജർ ഏരിയാസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന് രണ്ട് മേജർ ഏരിയ ആണുള്ളത്. ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ദെൻ ദ സെക്കൻഡ് വൺ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് രണ്ട് രീതിയിലാണ് അല്ലെങ്കിൽ രണ്ട് മേജർ ഏരിയാസ് ആണുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് the development of certain indices from the collected data. അതായത് നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള ഡാറ്റയിൽ നിന്ന് certain indices ഡെവലപ്പ് ചെയ്യുക, അതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്. എന്നാൽ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, സാമ്പിൾസ് ഡ്രാൺ ചെയ്യുന്നു. ദെൻ ആ സാമ്പിൾസിനെ നമ്മൾ സ്റ്റഡി ചെയ്ത് ഒരു ജനറലൈസേഷൻസിലേക്ക് എന്ത് ചെയ്യാണ്, ലീഡ് ചെയ്യാണ്. സോ അതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയാനുള്ളത്. സോ ഒന്നുകൂടി പറയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് രണ്ട് ഏരിയ ആണുള്ളത്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയിൽ നിന്ന് സർട്ടൻ ഇൻഡീസസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. എന്നാൽ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ജനറലൈസേഷൻ. ദാറ്റ് മീൻസ് ഒരു പോപ്പുലേഷൻ പാരാമീറ്ററിൽ നിന്ന് നമ്മൾ കുറച്ച് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ജനറലൈസ് ചെയ്യാണ് അതിൻ്റെ റിസൾട്ട്സിനെ ബേസ് ചെയ്ത്. Yes, the following are the important statistical tools used for summarizing the research data. നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള റിസർച്ച് ഡാറ്റേനെ, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റേനെ സമ്മറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻസിലേക്ക് ലീഡ് ചെയ്യുന്ന കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The first one, measures of the central tendency or average. Then the second one, measures of the dispersion. Then third one, measures of the skewness. Then fourth one, measures of the relationship. Then the last one, other measures. 5 tools ആണ് അല്ലെങ്കിൽ 5 important statistical tools used for summarizing the research data. നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള റിസർച്ച് ഡാറ്റേനെ സമ്മറൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 5 ടൂളുകളാണ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പോസൻ, സ്ക്യൂസ്നെസ്, റിലേഷൻഷിപ്സ് ആൻഡ് അതർ മെഷേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഈ ഓരോ കാറ്റഗറിയിലും ഇതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് മെത്തേഡുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് നമുക്ക് നോക്കാനുള്ളത്. ദ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ്ഡ് ഫോർ സമ്മറൈസിംഗ് ദ റിസർച്ച് ഡാറ്റ ഈസ് മെഷേഴ്സ് ഓഫ് ദി സെൻട്രൽ ടെൻഡൻസി. സോ നമുക്ക് ആദ്യം എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതിൽ എന്താ പറയുന്നതെന്ന് നോക്കണം. യെസ്, എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് എ സിംഗിൾ വാല്യൂ that attempt to describe a set of data by identifying the central position within that set of data. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സെൻട്രൽ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഇതിന്റെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് ഡാറ്റ തരും, ആ സെറ്റ് ഓഫ് ഡാറ്റേനെ നമ്മളൊരു സിംഗിൾ വാല്യൂ എന്ത് ചെയ്യാണ്, ഡ്രോൺ ചെയ്യാണ്. ആ സിംഗിൾ വാല്യൂ ആ സെറ്റ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ ഡാറ്റേനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നു. ആ ഒരു സെൻട്രൽ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഉൾപ്പെടുന്ന കോമൺ മെഷേഴ്സ് ആണ് അരിത്തമെറ്റിക്കൽ മീൻ, മീഡിയൻ, മോഡ്. അതൊക്കെ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, മീഡിയൻ, മോഡ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കുഞ്ഞു ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ഒന്നുകൂടി പറയാണ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്ക് തന്നിട്ടുള്ള സെറ്റ് ഓഫ് ഡാറ്റയിൽ നിന്ന് നമ്മളൊരു സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് കമ്പ്യൂട്ട് ചെയ്യാണ്. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മീനും മീഡിയനും മോഡും ഒക്കെ. സോ ആദ്യം നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് മീൻ. മീൻ എന്താ? ഞാൻ ഇത് തുടങ്ങുന്നതിൻ്റെ മുന്നേ പറയാണ്, നമ്മളിപ്പോൾ മീൻ എന്താ, മീഡിയൻ എന്താ, മോഡ് എന്താന്നൊക്കെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒന്നും പ്രോബ്ലംസ് ചെയ്യാനൊന്നും നമുക്കില്ല കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്നും വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് മെത്തേഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അത് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്ന് മാത്രമാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. യെസ്, ഫസ്റ്റ് വൺ മീൻ. മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് അരിത്തമെറ്റിക് മീൻ.
It is the most common measure of central tendency. Central tendency യുടെ most common measure അതിനെയാണ് arithmetic mean അല്ലെങ്കിൽ mean എന്നുള്ളതിലൂടെ നമ്മൾ പറയുന്നത്. Its value is obtained by adding all items and by dividing this by the total number of items. അതായത് നമുക്കിപ്പോൾ ഒരു സീരീസ് തന്നിട്ടുണ്ട് 1 2 3 4 5 അങ്ങനെ 5 നമ്പർ തന്നിട്ടുണ്ട്. സോ അതിലെ മീൻ നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? ഈ 5 നമ്പറിനെയും ആഡ് ചെയ്യുന്നു. 1 + 2 + 3 + 4 + 5 ഈ 5ഉം നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. ദെൻ അതിന്റെ ടോട്ടലിനെ നമ്പർ ഓഫ് ഐറ്റംസ് അതായത് 5 എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ഈ സിമ്പിൾ മീൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കിട്ടുന്നത്. യെസ്, അതിന്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് മീൻ ചെയ്യുന്നത് സം ഓഫ് എക്സ്, അതായത് തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ സമ്മ് ടോട്ടൽ. ദെൻ എൻ മീൻസ് നമ്പർ ഓഫ് ഐറ്റം. 5 നമ്പർ ആണെങ്കിൽ 5, 4 നമ്പർ ആണെങ്കിൽ 4. ഇതൊക്കെ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് പ്രോബ്ലംസ് ഒന്നും വർക്ക്ഔട്ട് ചെയ്യാനില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, മീൻ എന്താന്നുള്ളത് അറിഞ്ഞിരിക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ മീൻ എന്ന് പറയുന്നത് ഒരു കോമൺ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യാനുള്ള ഒരു കോമൺ മെത്തേഡാണ്. ആൻഡ് നമുക്ക് തന്നിട്ടുള്ള എല്ലാ വാല്യൂസിനും ആഡ് ചെയ്ത് എത്ര വാല്യൂ തന്നിട്ടുണ്ടോ അത്രയും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിമ്പിൾ മീൻ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ മെഷർ മീഡിയൻ. A median is the center value of a given list of observation when arranged in an order. അപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ള വാല്യൂസിനെ നമ്മളൊരു ഓർഡറിൽ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ സെന്ററിൽ വരുന്ന ഒരു വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. 33, 55, 77, 22, 11 അങ്ങനെ കുറച്ചൊരു 5 ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. ഈ 5 ഒബ്സർവേഷനെ ഒന്നെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മളിവിടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ചെറുത് മുതൽ വലുതിലേക്ക് എന്നുള്ള രീതിയിൽ. 11, 22, 33, 55 and 77. സോ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്തു, ഒരു അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ഇനി ഇതിലെ സെന്ററിൽ വരുന്ന നടുവിൽ വരുന്ന ഒരു വാല്യൂ ഏതാണ്? 5 വാല്യൂസ് ആണ് അല്ലെങ്കിൽ 5 ഒബ്സർവേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ നടുവിൽ വരുന്നത് 33 ആണ്, 33. സോ ആ 33 ആണ് ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി പറയാണ്, മീഡിയൻ എന്ന് പറയുന്നത് സെന്റർ വാല്യൂ. തന്നിട്ടുള്ള ലിസ്റ്റ് ഓഫ് ഒബ്സർവേഷനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ അതിന്റെ നടുവിൽ വരുന്ന സെന്റർ പൊസിഷനിൽ വരുന്ന വാല്യൂനെയാണ് മീഡിയൻ എന്ന് പറയാം. ഇവിടുത്തെ എക്സാമ്പിളിൽ അത് 33 ആണ് മീഡിയൻ, കാരണം 33 ആണ് നടുക്ക് വരുന്ന അല്ലെങ്കിൽ സെന്ററിൽ വരുന്ന ഒരു വാല്യൂ. ദെൻ മീഡിയന്റെ ഒരു ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ മോഡ്. മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മോഡ് ഈസ് ദ വാല്യൂ ദാറ്റ് അപ്പിയേഴ്സ് മോസ്റ്റ് ഓഫൻ ഇൻ എ സെറ്റ് ഓഫ് ഡാറ്റ വാല്യൂസ്. അതായത് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ കുറച്ച് വാല്യൂസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് തരുമ്പോൾ അതിൽ മോസ്റ്റ് ഫ്രീക്വന്റ് നമ്പർ, അതായത് കൂടുതലായിട്ട് ആവർത്തിച്ച് വരുന്ന നമ്പറിനെയാണ് മോഡ് എന്ന് പറയാം. റിപ്പീറ്റഡ് ആയി വരുന്ന മോസ്റ്റ് ഫ്രീക്വന്റ് നമ്പർ, കുറച്ച് അധികം ആവർത്തിച്ച് വരുന്ന നമ്പറാണ് മോഡ്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് കുറച്ചൊരു സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. 4, 2, 4, 3, 2, 2. ഇതാണ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ തന്നിട്ടുള്ളത്. 4, 2, 4, 3, 2, 2. അതാണ് ഒബ്സർവേഷൻ. ഇതിലെ മോഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പൊ ഇവിടെ 4 എന്ന് പറയുന്ന ഒരു വാല്യൂ 2 തവണ വന്നിട്ടുണ്ട്. 2 എന്ന് പറയുന്ന വാല്യൂ 3 തവണ വന്നിട്ടുണ്ട്. 3 എന്ന് പറയുന്ന വാല്യൂ 1 തവണ വന്നിട്ടുണ്ട്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹയസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ആവർത്തിച്ച് വരുന്നതിനെയാണ് മോഡ് എന്ന് പറയാം. അപ്പൊ ഇവിടെ 3 തവണ വന്നിട്ടുള്ള 2 എന്നുള്ളതാണ് ഇവിടുത്തെ മോഡ്. യെസ്, ഇവിടെ മോഡ് എന്ന് പറയുന്നത് 2 എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ് ഒക്കേഴ്സ് 3 ടൈംസ് വിച്ച് ഈസ് മോർ ദാൻ എനി അതർ നമ്പർ. മറ്റ് നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ 3 തവണ, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിട്ടുള്ളതും 2 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. സോ 2 ആണ് ഇവിടുത്തെ മോഡ്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മീൻ എന്നാണ്. അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യുക. സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റയിലെ സെൻട്രൽ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ മെഷർ ഓഫ് ആവറേജ് എന്നുള്ളതിലൂടെ പറയുന്നത്.
അതിന് യൂസ് ചെയ്യുന്ന കോമൺ മെത്തേഡാണ് മീനും മീഡിയനും മോഡും ഒക്കെ. മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ള സെറ്റ് ഓഫ് വാല്യൂ അതിനെല്ലാം ആഡ് ചെയ്ത് എത്ര എണ്ണം തന്നിട്ടുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോഴാണ് മീൻ കിട്ടുന്നത്. ദെൻ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഒബ്സർവേഷനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു, അതിന്റെ സെന്റർ പൊസിഷനിൽ നടുക്ക് വരുന്ന സംഖ്യയാണ് മീഡിയൻ. മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഏതാണോ, തന്നിട്ടുള്ള ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ ഒരു സീരീസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും അധികം തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു നമ്പറാണ് മോഡ് എന്ന് പറയുന്നത്. ദെൻ ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ, it is an average which indicates the central tendency or typical value of a set of numbers by using the product of their values. നമ്മൾ നേരത്തെ നമ്മുടെ സിമ്പിൾ മീൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനിൽ എന്താ ചെയ്തത്, തന്നിട്ടുള്ള ഓരോ നമ്പേഴ്സിന് ഇപ്പോൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമുക്ക് ഓരോ നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്തു, 1 + 2 + 3 + 4 എന്ന് പറഞ്ഞ് അതിനെ ആഡ് ചെയ്ത് അതിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ബട്ട് ജോമെട്രിക് മീൻ പറയുമ്പോൾ നമ്മൾ അവിടെ സം അല്ല യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് മീൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ജോമെട്രിക് മീനിന്റെ ഫോർമുലയാണ് ഇവിടെ തന്നിട്ടുള്ളത്. കാണാം, √x1 × x2 × x3 up to xn, അങ്ങനെ എത്ര നമ്പർ ഉണ്ട് അത്രയുണ്ട്. ദെൻ അതിന് റൂട്ട് ആണ്, ദെൻ എമൗണ്ട്. സോ അതാണ് ജോമെട്രിക് മീനിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ സം അല്ല യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രൊഡക്റ്റ് ആണ്, അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. Then harmonic mean എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a special type of measure of central tendency used to solve special type of problem. അതായത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിപ്രോക്കൽ വാല്യൂസ്, അതായത് നമ്മുടെ ഐറ്റംസിന്റെ, നമ്മുടെ വാരിയബിൾസിന്റെ റെസിപ്രോക്കൽ വാല്യൂസിനെയാണ് ഹാർമോണിക് മീനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് n divided by 1/x1 plus 1/x2 plus 1/x3, അങ്ങനെ എത്ര ഉണ്ടെങ്കിൽ up to 1/xn. അതായത് റെസിപ്രോക്കൽസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കാണാം, ഒരു എക്സാമ്പിൾ പോലെ കാണാം, 5 നമ്പേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ n എന്നുള്ളടത്ത് 5 നമ്മൾ കൊടുത്തു. ദെൻ അതിനെ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് 2, 3, 5, 7 and 60, 5 നമ്പർ ആണ്. So 1/2 plus 1/3 plus 1/5 plus 1/7 plus 1/60, ഇങ്ങനെ നമുക്ക് തന്നിട്ടുള്ള 5 നമ്പേഴ്സിനും അതിന്റെ റെസിപ്രോക്കൽസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമ്പിൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ നമ്പറും ടോട്ടൽ ചെയ്യുന്നു, 1 + 2 + 3 then divided by 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സിമ്പിൾ മീൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കിട്ടി. ദെൻ ജോമെട്രിക് മീൻ ആകുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രൊഡക്റ്റ് ആണ് 1 × 2 × 3, ദെൻ അതിനെ റൂട്ട് ചെയ്താണ് ജോമെട്രിക് മീൻ കാണുന്നത്. ഹാർമോണിക് മീൻ ആകുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ മീനും മീഡിയനും മോഡും ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ മോസ്റ്റ് കോമൺ മെത്തേഡ്സ് ആണ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. സോ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മീൻ ഈസ് ദ ടോട്ടൽ ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് വാല്യൂസ്. അതായത് തന്നിട്ടുള്ള വാല്യൂസിന് ആദ്യം ടോട്ടൽ ചെയ്യുന്നു, ദെൻ അതിന് എത്ര എണ്ണം തന്നിട്ടുണ്ട് ദാറ്റ് നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോഴാണ് മീൻ കിട്ടുന്നത്. ദെൻ മീഡിയൻ വരുന്നത്, മീഡിയൻ ഈസ് ദ മിഡിൽ നമ്പർ ഇൻ ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഓർഡർഡ് ഫ്രം ലോവസ്റ്റ് ടു ഹയസ്റ്റ്. അതായത് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ സെന്റർ പൊസിഷനിൽ മിഡിൽ നമ്പർ ആണ് മീഡിയൻ. Then mode എന്ന് പറയുമ്പോൾ the mode is the value that appears most often a set of data. തന്നിട്ടുള്ള ഡാറ്റയിൽ ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്, മോഡ് എന്ന് പറയുന്നത്. യെസ്, അതിന് ഓരോ എക്സാമ്പിൾസ് കൂടി തന്നിട്ടുണ്ട് കേട്ടോ. മീൻ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണത്, ദെൻ മീഡിയൻ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണത്, മോഡ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണത് എന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടി ഒരു എക്സാമ്പിൾ വെച്ച് തന്നിട്ടുള്ളതാണ്. മീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 9, 3, 1, 8, 3, 6 ഇത്രയും നമ്പേഴ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 6 നമ്പേഴ്സ്. അതൊന്നും നമ്മൾ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുന്നത്, അതെല്ലാം കൂടി ആഡ് ചെയ്യുന്നു. 9 + 3 + 1 + 8 + 3 + 6 അത്രയും വാല്യൂസ്, 6 വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തു. സോ 30 എന്നുള്ളതാണ് അതിന്റെ സം കിട്ടിയിട്ടുള്ളത്. അതിനെ എത്ര വാല്യൂ തന്നിട്ടുണ്ട്, 6 വാല്യൂ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് മീൻ കിട്ടിയിട്ടുള്ളത്. ദെൻ മീഡിയൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 9, 3, 1, 8, 3, 6 ഇങ്ങനെ ഇത്രയും നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, 6 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ മിഡിലിൽ വരുന്ന 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് 3ഉം 6ഉം ആണ്. സോ ആ 3ഉം 6ഉം നമ്മൾ ടോട്ടൽ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ മീഡിയൻ കിട്ടി.
യെസ്, ദെൻ മോഡ് കാണാനായിട്ട് മോസ്റ്റ് കോമൺ നമ്പർ ആണ് 93186. ഇങ്ങനെ 6 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പർ 3 ആണ്. സോ മോഡ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മീൻ, മീഡിയൻ ആൻഡ് മോഡ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വരുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പോസൽ ആണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ യെസ്, ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഒരു ഡാറ്റയെ ഡിസ്ക്രൈബ് ചെയ്യാൻ അഡിക്വേറ്റ് അല്ലാതെ വരുമ്പോഴാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പോസൽ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദസ് ടു ഡിസ്ക്രൈബ് ഡാറ്റ വൺ നീഡ് ടു നോ ദ എക്സ്റ്റെൻറ്റ് ഓഫ് വാരിയബിലിറ്റി. ഒരു ഡാറ്റയെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം വാരി ചെയ്യുന്നു, അതിൻ്റെ വാരിയബിലിറ്റിയുടെ എക്സ്റ്റെൻറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഇത്തരത്തിൽ ആ ഒരു വാരിയബിലിറ്റിയുടെ എക്സ്റ്റെൻറ്റ് നമുക്ക് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പോസൽ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയിട്ടുള്ള ടെക്നിക്കുകൾ. സോ മെഷേഴ്സ് ഓഫ് ഡിസ്പോസൽ വന്നിട്ടുള്ളത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇൻഅഡിക്വേറ്റ് ആയിട്ട് വരുമ്പോഴാണ്. ഒരു ഡാറ്റേനെ, ഒരു സെറ്റ് ഓഫ് ഡാറ്റേനെ ഡിസ്ക്രൈബ് ചെയ്യാൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഡിക്വേറ്റ് അല്ലാതെ വരുമ്പോഴാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പോസൽ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഡാറ്റയുടെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റയുടെ വാരിയബിലിറ്റി അത് എത്ര മാത്രം ഉണ്ട് അല്ലെങ്കിൽ എത്ര എക്സ്റ്റെൻഡ് അത് വാരി ചെയ്യുന്നു, അതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പോസലിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പോസൽ. ഇനി വാട്ട് ഈസ് റേഞ്ച്? റേഞ്ച് എന്താണെന്ന് ആദ്യം നോക്കാൻ പോണത്. യെസ്, ദ റേഞ്ച്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് വാല്യൂ ആൻഡ് ദ സ്മോളസ്റ്റ് വാല്യൂ is the simplest measure of variability in the data. ഒരു സെറ്റ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് ഒബ്സർവേഷൻ നമുക്ക് തരുമ്പോൾ അതിൻ്റെ വാരിയബിലിറ്റി, അതായത് എക്സ്റ്റെൻറ്റ് ഓഫ് വാരിയബിലിറ്റി ആണ് നോക്കുന്നത്. ആ ഒരു ലിസ്റ്റിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് റേഞ്ചിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 1 2 3 4 5 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സ്മോളസ്റ്റ് വാല്യൂ 1ഉം ലാർജസ്റ്റ് വാല്യൂ 5ഉം ആണ്. സോ ആ ഒരു 1ൻ്റെയും 5ൻ്റെയും ഇടയിൽ ആ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് വാല്യൂയുടെ ഇടയിൽ വരുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ചിലൂടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി മീൻ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ദ ഡീവിയേഷൻ ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ പോയിന്റ്. അതായത് ഒരു സീരീസിലെ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലെ സെൻട്രൽ പോയിന്റിൽ വരുന്ന അല്ലെങ്കിൽ മിഡിൽ വാല്യൂന്ന് വരുന്ന ഡിസ്റ്റൻസ്, അതിനെയാണ് ഡീവിയേഷൻ എന്ന് പറയാം. അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെൻട്രൽ പോയിന്റും ഒക്കെ തമ്മിൽ വരുന്ന ആ ഒരു ഡീവിയേഷൻ, എത്രമാത്രം സെൻട്രൽ പോയിന്റിന് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു ഓരോ ഒബ്സർവേഷൻസും, അതാണ് മീൻ ഡീവിയേഷനിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മീൻ ഡീവിയേഷൻ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഹൗ ഫാർ ദ വാല്യൂസ് ഫാൾ ഫ്രം ദ മിഡിൽ ഓഫ് ദ ഡാറ്റ സെറ്റ്. അതായത് ഇപ്പോൾ മിഡിൽ വാല്യൂ നമ്മളൊരു 10 മിഡിൽ വാല്യൂ എന്നുണ്ടെങ്കിൽ 12 അതിന് എത്ര ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ 8 അതിന് എത്ര ഡിസ്റ്റൻസിലാണ്, അതുപോലെ ആ സീരീസിലെ എല്ലാ ഡാറ്റയും അല്ലെങ്കിൽ എല്ലാ വാരിയബിൾസും അതിന് എത്ര ഡിസ്റ്റൻസ് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളത്, ആ ഡീവിയേഷൻ അറിയാനാണ് മീൻ ഡീവിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മീൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a measure of the amount of variation or dispersion of a set of values. ഒരു സെറ്റ് ഓഫ് വാല്യൂസിന്റെ വാരിയേഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ മെഷർ ചെയ്യാനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. A low standard deviation indicates that the values tend to be close to the mean of the set. അതായത് ഒരു ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ അതിന്റെ മീനുമായിട്ട് ഓരോ വാല്യൂസും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ടു മീൻ, അടുത്ത് വരുന്നു. ഹൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഒരു വലിയൊരു ഡിസ്റ്റൻസ് അതിന്റെ മീനുമായിട്ട് അതിന്റെ ഓരോ വാല്യൂവിനും ഓരോ ഡാറ്റയ്ക്കും വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ. ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ മീനുമായിട്ട് ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ അടുത്തിരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോണത് നമ്മുടെ അടുത്ത മെഷറാണ്. അടുത്ത മെഷർ മീൻസ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി സിമെട്രി ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റിയൽ വാല്യൂഡ് റാൻഡം വേരിയബിൾ അബൌട്ട് ഇറ്റ്സ് മീൻ. ദ സ്ക്യൂനെസ് വാല്യൂ ക്യാൻ ബി പോസിറ്റീവ്, സീറോ, നെഗറ്റീവ് ഓർ അൺഡിഫൈൻഡ്. അതായത് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്യൂനെസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സിമെട്രീനെയാണ്. ആ ഒരു സിമെട്രീനെ മെഷർ ചെയ്യാന്നുണ്ടെങ്കിൽ അതാണ് സ്ക്യൂനെസ്സിലൂടെ പറയണത്.
അത് പോസിറ്റീവ് ആവാം, സീറോ ആവാം, നെഗറ്റീവ് ആവാം, അൺഡിഫൈൻഡ് ആവാം. ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്കറിയണ്ടാവും ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂഡ് ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീൻ ആൻഡ് മീഡിയൻ, നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള മീനും മീഡിയനും ആ ഒരു ഡിസ്ട്രിബ്യൂഷനിലെ ഡിഫറെൻറ്റ് പോയിന്റ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് പോയിന്റ്സിൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷനെ സ്ക്യൂഡ് എന്ന് പറയാം. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഫറെൻറ്റ് പോയിന്റ്സിൽ മീനും മീഡിയനും എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. ബാക്കി വരുന്ന ഭാഗം അല്ലെങ്കിൽ ബാലൻസ്, ദാറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡിലാണ്, അതായത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൈഡിൽ വരുമ്പോഴാണ് എന്ത് പറയാ, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂഡ് ആണ് എന്ന് പറയാം. അതായത് അവിടെ നമ്മൾ നോക്കുന്നത് സിമ്മട്രി ആണ്. സ്ക്യൂനെസ് ഈസ് ദ മെഷർ ഓഫ് സിമ്മട്രി ഓഫ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ സിമ്മട്രീനെയാണ് നമ്മൾ മെഷർ ചെയ്യണത്. അത് പോസിറ്റീവോ നെഗറ്റീവോ സീറോ അൺഡിഫൈൻഡോ എങ്ങനെ വേണമെങ്കിലും ആവാം. അതായത് മീനും മീഡിയനും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് പോയിന്റ്സിൽ ഫോളോ ചെയ്യുന്നു. ബാക്കി വരുന്ന ഭാഗം ഒരു സെന്റർ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡിലോട്ടായി പോവുക, റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് മെഷർ ഓഫ് സ്ക്യൂനെസ്സിൽ പറയണത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മെഷേഴ്സ് ഓഫ് ദി റിലേഷൻഷിപ്പ്. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം, സെൻട്രൽ ടെൻഡൻസി ആയാലും ഡിസ്പേഴ്സൺ ആണെങ്കിലും സ്ക്യൂനെസ് ആണെങ്കിലും എല്ലാം ഒരു വാരിയബിളിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് നമ്മുടെ റിസർച്ചുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഓൺലി വൺ വാരിയബിളിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, യൂണിവാരിയേറ്റ് ആണ്. പക്ഷേ റിലേഷൻഷിപ്പ്, മെഷേഴ്സ് ഓഫ് ദി റിലേഷൻഷിപ്പ് എന്ന് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് വാരിയബിളിന്റെ അസോസിയേഷനെ അല്ലെങ്കിൽ രണ്ട് വാരിയബിൾസിന്റെ റിലേഷൻഷിപ്സിനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണത്. അതായത് ഒരു ബൈവാരിയേറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് അവിടെ വരുന്നത്, യൂണിവാരിയേറ്റ് അല്ല, ബൈവാരിയേറ്റ് ആണ് വരുന്നത്. മെഷേഴ്സ് ഓഫ് ദി റിലേഷൻഷിപ്പ്, റിലേഷൻഷിപ്സിനെയാണ് നമ്മൾ മെഷർ ചെയ്യണത്, രണ്ട് വാരിയബിൾസിന്റെ ഇടയിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബൈവാരിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ബൈവാരിയേറ്റ് അനാലിസിസിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് കോറിലേഷനും റിഗ്രഷനും. യെസ്, ഫസ്റ്റ് മെത്തേഡാണ് കോറിലേഷൻ. നമ്മൾ പറഞ്ഞു റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വാരിയബിൾസിന്റെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാണ്, ഐഡന്റിഫൈ ചെയ്യാണ്. എത്ര സ്ട്രോങ് ആയിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത്, അതാണ് നമ്മൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അല്ലെങ്കിൽ കോറിലേഷൻ മെത്തേഡിലൂടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ ഇവിടെ കാൾപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദെൻ റിഗ്രഷൻ നമുക്ക് അറിയുന്നതാണ്. റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡന്റ് വാരിയബിളും രണ്ടോ അതിലധികമോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വാരിയബിളും. സോ ഒരു ഇൻഡിപെൻഡന്റ് വാരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതെങ്ങനെയാണ് ഡിപ്പെൻഡന്റ് വാരിയബിളിൽ ഇമ്പാക്ട് ചെയ്യുന്നത്, അതാണ് റിഗ്രഷൻ അനാലിസിസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. റിഗ്രഷൻ അനാലിസിസിന്റെ ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഒന്നും വർക്ക്ഔട്ട് ചെയ്യാനില്ല കേട്ടോ. സോ അതുകൊണ്ടാണ് ഇക്വേഷൻസിലേക്ക് ഒന്നും ഡീറ്റെയിൽ ആയി പോവാത്തത്. ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. ദെൻ റിസർച്ചിൽ ഇതിന്റെ ഒരു പ്രോബ്ലം പാർട്ട് വരുന്നില്ല. സോ അതുകൊണ്ടാണ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഇതാന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നത്, ഡീറ്റെയിൽ ചെയ്ത് പറയാത്തത്. കോറിലേഷൻ, റിഗ്രഷൻ, അതിന് പുറമെ അതിൽ വരുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാം മെത്തേഡിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, രണ്ട് ആക്സിസ് ഉണ്ട്, എക്സും വൈയും. ആ രണ്ട് ആക്സിസിലും രണ്ട് വാരിയബിൾസിനെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ആ വാരിയബിൾസിന്റെ ഇടയിൽ കോറിലേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ, എക്സ് ഇത്രയാകുമ്പോൾ വൈ ഇത്ര, ദെൻ ആ ഒരു കോമൺ പോയിന്റ് ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അല്ലെ. സോ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്സ് ഇപ്പോൾ കോറിലേഷൻ, റിഗ്രഷൻ ഒക്കെ പുറമെ യൂസ് ചെയ്യുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്ന മെത്തേഡ്. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ ഓരോ വാരിയബിൾസ് അടയാളപ്പെടുത്തുന്നു. ദെൻ എക്സ് ആക്സിസിലെ വാരിയബിൾ ഇത്രയാകുമ്പോൾ വൈയിൽ എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ രണ്ടിന്റെയും ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഏത് പോയിന്റ് ആണെന്നുള്ളത് നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഗ്രാഫിക് മെത്തേഡ്. ഇപ്പോൾ ഗ്രാഫിക് മെത്തേഡിലും അതുപോലെ തന്നെയാണ്, രണ്ട് വാരിയബിൾസിന്റെ റിലേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ലോസിനെയാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഇപ്പോൾ എക്സിൽ പ്രൈസ് ഇത്രയാകുമ്പോൾ ഡിമാൻഡ് ഇത്ര, അല്ലെങ്കിൽ ഡിമാൻഡ് ഇത്രയാകുമ്പോൾ സപ്ലൈ ഇത്ര. എക്സിലും വൈയിലും നമ്മൾ രണ്ട് ആക്സിസിലും രണ്ട് വാരിയബിളിനെ എടുക്കുന്നു, ഗ്രാഫിക്കലി അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഇനി പറയാൻ പോണത് നമ്മുടെ ഫിഫ്ത്ത് വൺ, അതർ മെഷേഴ്സ്. അതായത് ഇപ്പം നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് ഡിസ്പോസൻ, മെഷർ ഓഫ് സ്ക്യൂനെസ്, മെഷർ ഓഫ് റിലേഷൻഷിപ്സ്, ഇങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോണത് അതർ മെഷേഴ്സ്, മറ്റ് മെഷേഴ്സ് ആണ്. അതർ മെഷേഴ്സിൽ ആദ്യം വരുന്നതാണ് ഇൻഡെക്സ് നമ്പേഴ്സ്.
Yes, an index number is the measure of change in a variable. ഒരു ഗ്രൂപ്പ് ഓഫ് വാരിയബിൾ അല്ലെങ്കിൽ ഒരു വാരിയബിളിന്റെ ഇടയിലുള്ള ചേഞ്ചിനെ മെഷർ ചെയ്യാനാണ് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുക. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഇൻ ഇക്കണോമിക്സ്. നമുക്കറിയാം ഇക്കണോമിക്സിൽ ഇൻഡെക്സ് നമ്പേഴ്സ് വെച്ചൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇക്കണോമിക്സിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓരോ പീരീഡ് കഴിയും തോറും വാരിയബിൾസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വാരിയബിൾസിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചിനെ മെഷർ ചെയ്യാൻ ഓവർ ടൈം സമയത്തിനനുസരിച്ച് പീരീഡിനനുസരിച്ച് ആ ഒരു ചേഞ്ചിനെ മെഷർ ചെയ്യാനാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ നോട്ട് ഡയറക്ട്ലി മെഷറബിൾ ബട്ട് റെപ്രസെന്റ് ജനറൽ റിലേറ്റീവ് ചേഞ്ചസ്. ദെൻ ഇൻഡെക്സ് നമ്പേഴ്സ് വെച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക, പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അതർ മെഷേഴ്സിലെ ഫസ്റ്റ് വൺ ആണ് ഇൻഡെക്സ് നമ്പേഴ്സ്. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ്. ഒരു പീരീഡിനനുസരിച്ച് ഒരു സിംഗിൾ വാരിയബിളിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വാരിയബിൾസിൽ വരുന്ന മാറ്റം ഐഡന്റിഫൈ ചെയ്യാനാണ് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ടൈം സീരീസ് അനാലിസിസ് ആണ്. ടൈം സീരീസ് അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ സ്റ്റാറ്റിയിൽ ക്യൂട്ടിയിൽ പഠിച്ചിട്ടുള്ളതാണ്. യെസ്, ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലൈൻ ഓഫ് ഒക്യുറൻസ് ഓർ ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. നമ്മുടെ സമയത്തിനനുസരിച്ച് ഓരോന്നും സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒക്യുർ ചെയ്തിട്ടുള്ള ആ ഒരു പീരീഡിനനുസരിച്ച് ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയെ അറേഞ്ച് ചെയ്യുക, അതിനെയാണ് ടൈം സീരീസ് അനാലിസിസിൽ പറയുന്നത്. The numerical data which are collected from different points of time is known as time series. ഓരോ സമയം ഡിഫറെന്റ് പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ ആ ടൈം ഓഫ് ഒക്യുറൻസ് അല്ലെങ്കിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അതാണ് ടൈം സീരീസ് അനാലിസിസിൽ ചെയ്യുന്നത്. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന്റെ ഡിഫറെന്റ് ടൂൾസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതിൽ രണ്ട് രീതിയിലാണ്. സ്റ്റാറ്റിസ്റ്റിക്സിന് രണ്ട് മേജർ ഏരിയാസ് ആണ് വരുന്നത്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. അതിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടൂൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൽ വരുന്ന റിസർച്ച് ഡാറ്റയെ സമ്മറൈസ് ചെയ്യാൻ നമ്മൾ കൂടുതലായിട്ട് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതിൽ വരുന്നതായിരുന്നു, മീനും മീഡിയനും മോഡും ഒക്കെ. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പോസൻ പറഞ്ഞു, മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് പറഞ്ഞു, മെഷേഴ്സ് ഓഫ് റിലേഷൻഷിപ്സ് ആൻഡ് അതർ മെഷേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ദാറ്റ് സീരീസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഡാറ്റയിൽ ഒരു സെൻട്രൽ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാം, അതിനാണ് മീൻ, മീഡിയൻ, മോഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ മീനിൽ തന്നെ അരിത്തമെറ്റിക്കൽ മീൻ അല്ലെങ്കിൽ ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ റെസ്പെക്റ്റീവ് ഫോർമുലാസ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. ദെൻ അതിന്റെ പ്രോബ്ലം പാർട്ടുകളൊന്നും വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം അല്ലെങ്കിൽ ഫോർമുലയിൽ ഡീറ്റെയിൽ ആയി പോവാത്തത്. ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് മെഷേഴ്സ് ഓഫ് ഡിസ്പോസൽ. അതായത് ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഡിക്വേറ്റ് അല്ലാതെ വരുമ്പോഴാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പോസൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് റേഞ്ച്, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. റേഞ്ച് എന്ന് പറയുമ്പോൾ രണ്ട് എക്സ്റ്റെൻഡിലുള്ള ഡാറ്റ വാല്യൂസിന്റെ ഡിഫറൻസ് ആണ്. ദെൻ മീൻ ഡീവിയേഷൻ നമ്മൾ കണ്ടു. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ പിന്നീട് വരുന്നതായിരുന്നു മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. അതായത് ഒരു സിമ്മട്രി, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ സിമ്മട്രീനെയാണ് സ്ക്യൂനെസ്സിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് പോസിറ്റീവോ നെഗറ്റീവോ സീറോ ഇതിൽ ഏത് വേണമെങ്കിലാവാം. ദെൻ മെഷേഴ്സ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് വാരിയബിൾസിന്റെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കോറിലേഷനും റിഗ്രഷനും. ദെൻ അതിന് പുറമെ യൂസ് ചെയ്യുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ ഗ്രാഫിക് മെത്തേഡുകളൊക്കെ. ദെൻ പിന്നെ വന്നിട്ടുള്ളത് അതർ മെഷേഴ്സിൽ വന്നതാണ് ഇൻഡെക്സ് നമ്പേഴ്സും അതുപോലെ തന്നെ ടൈം സീരീസ് അനാലിസിസും. സോ നമുക്ക് ടൂൾസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അതിലെ മോസ്റ്റ് കോമൺ ടൂൾസ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പോസൻ, സ്ക്യൂനെസ്, റിലേഷൻഷിപ്സ് ആൻഡ് അതർ മെഷേഴ്സ്, ഇത്രയും 5 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മളിവിടെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് ഒന്നും ഡീറ്റെയിൽ ചെയ്ത് പോവാത്തതിന്റെ ഒരു ഒറ്റ കാരണം നമുക്ക് ഇതിന്റെ പ്രോബ്ലം പാർട്സിലേ നമുക്ക് അതെല്ലാം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ജസ്റ്റ് അത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.